പുതുയുഗ യാത്രയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് കെ സുധാകരൻ എം പി. മുൻ KPCC അധ്യക്ഷനാണ്. കണ്ണൂരിൽ നിന്നുള്ള എം പിയാണ്. എന്നിട്ടും കാര്യമായ പരിഗണന സുധാകരന് ലഭിച്ചിട്ടില്ല. നേതാക്കന്മാർ ഒരു മാലയിൽ അണിചേർന്നപ്പോൾ പിന്നിൽ നിന്ന സുധാകരൻ മൗനമായി കാണപ്പെട്ടു. സുധാകരന്റെ തീപ്പൊരി പ്രസംഗം കാണാൻ കാത്തുനിന്ന അണികൾക്കും നിരാശയായിരുന്നു ഫലം. പ്രസംഗത്തിനിടെ സുധാകരൻ മടങ്ങിയതോടെ യാത്രയിൽ കല്ലുകടിയാണെന്ന് ഇടതുപക്ഷ മാധ്യമങ്ങൾ വിധിയെഴുതി. അതിനവസരം നൽകിയ നേതാക്കന്മാരോടായി പറയാം, സുധാകരനോട് കാണിച്ചത് നന്ദികേട് തന്നെയാണ്. മുതിർന്ന നേതാവാണ് സുധാകരൻ. നിയമസഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുമെന്ന ചിന്തയിലാണ് സുധാകരൻ നിൽക്കുന്നത്. ഈ അവഗണനയിൽ ഇനി സീറ്റ് ലഭിക്കുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. നേരത്തെ മഹാപഞ്ചായത്ത് വേദിയിൽ അപമാനിതനായതിൻ്റെ പേരിൽ പിണങ്ങി നിന്ന ശശി തരൂരിനെ ഏറെ പണിപ്പെട്ടാണ് നേതാക്കന്മാർ അനുനയിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ സുധാകരനും ഇടഞ്ഞു നിൽക്കുന്നത്. കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനടക്കം മാലയിൽ അവസരം ലഭിച്ചപ്പോഴാണ് സുധാകരനെ മാറ്റി നിർത്തിയത്. ഇതിൽ പ്രതിഷേധിച്ച് UDF പരിപാടികൾക്കിടെ കെ സുധാകരൻ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. UDFന്റെ പുതുയുഗ യാത്രയുടെ ശോഭ കെടുത്തുന്ന വിവാദങ്ങളാണ് ഇതെന്നും പറയേണ്ടി വരും. KPCC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രസംഗത്തിനിടെയാണ് സുധാകരൻ ഇറങ്ങിപ്പോയത്. തടയാൻ ചില നേതാക്കന്മാർ ശ്രമിച്ചുവെങ്കിലും ആരോടും മിണ്ടാതെ കണ്ണൂർ എം പി കളം വിട്ടു. വേദിയിൽ നേതാക്കളെല്ലാം ചേർന്ന് വലിയ മാല അണിയിച്ചപ്പോൾ അതിൽപ്പെടാതെ സുധാകരൻ പിന്നിലായിരുന്നു. വേണുഗോപാൽ പ്രസംഗത്തിൽ വേദിയിലുള്ള പ്രധാന UDF നേതാക്കന്മാരുടെയെല്ലാം പേര് പറഞ്ഞ് സംബോധന ചെയ്തപ്പോൾ സുധാകരനെ വിട്ടുപോയി. വേദിയിൽ നിന്ന് നേതാക്കൾ ഓർമ്മിപ്പിച്ചപ്പോഴാണ് പേര് പരാമർശിച്ചത്. ഇതോടെയാണ് സുധാകരൻ പ്രതിഷേധിച്ച് ഇറങ്ങിയത്. കഴിഞ്ഞ മാസം കൊച്ചിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിലും കെ സുധാകരൻ അവഹേളനത്തിന് ഇരയായിരുന്നു. രാഹുൽ ഗാന്ധിയെ കണ്ട് എഴുന്നേറ്റ് അഭിവാദ്യം ചെയ്ത സുധാകരനെ രാഹുൽ കണ്ടതായി ഭാവിച്ചിരുന്നില്ല. മറ്റു നേതാക്കളെ കൈകൂപ്പിയും കൈകൊടുത്തും അഭിവാദ്യം ചെയ്തു. രാഹുൽ ഗാന്ധിക്ക് തൊട്ടടുത്ത കസേരയിലിരുന്ന് സംസാരിച്ച സുധാകരനെ അടുത്ത കസേരയിലേക്ക് നീക്കിയിരുത്തി നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ രാഹുൽ വിളിച്ച് അരികിലിരുത്തിയത് വലിയ വിവാദമായിരുന്നു. KPCC പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റിയ സുധാകരനെ അന്ന് ചില ഓഫറുകൾ നൽകിയാണ് കോൺഗ്രസ് പിണക്കാതെ കൂടെ നിർത്തിയത്. അടുത്ത തവണ UDF അധികാരത്തിലെത്തുന്ന സാഹചര്യമുണ്ടായാൽ സുപ്രധാന ചുമതലകളാണ് കെ സുധാകരനായി കോൺഗ്രസ് മാറ്റിവെച്ചിരിക്കുന്നത്. അതിനു പുറമെ പാർട്ടിയിലും നിർണായക റോൾ സുധാകരനെ കാത്തിരിക്കുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റും സുധാകരൻ ഉറപ്പിച്ചു കഴിഞ്ഞതായും അന്ന് നേതാവ് പറഞ്ഞിരുന്നു. പുതിയ സംഭവ വികാസങ്ങളുടെ സീറ്റ് ഇനി ലഭിക്കുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറണമെന്ന് ഡൽഹിയിൽ വെച്ച് KC വേണുഗോപാലാണ് ആവശ്യപ്പെട്ടതെന്ന് സുധാകരൻ പറയുന്നുണ്ട്. ബെൽഗാവി സമ്മേളനത്തിന് ശേഷം 6 PCC അധ്യക്ഷന്മാർ രാജ്യത്ത് മാറിയിരുന്നു. അതിന്റെ ഭാഗമായി നേതൃത്വം കേരളത്തിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വേണുഗോപാൽ പറഞ്ഞു. മറ്റു പല സ്ഥാനങ്ങളും നൽകാമെന്നും പ്രത്യേക ഇളവ് നൽകി നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകുമെന്നും സർക്കാരിന്റെ ഭാഗമാകാമെന്നും വേണുഗോപാൽ ഉറപ്പു നൽകിയിരുന്നു. ഒഴിവാക്കുന്നതല്ല, പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമെന്നുമാണ് വേണുഗോപാൽ പറഞ്ഞത്. ഉചിതമായ ആദരം നൽകി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് ആഗ്രഹിക്കുന്നതെന്നും വേണുഗോപാൽ പറഞ്ഞപ്പോൾ മാറാൻ തയ്യാറാണെന്ന് താൻ അറിയിക്കുകയായിരുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. പ്രവർത്തക സമിതി അംഗത്വം വാഗ്ദാനം ചെയ്തതിനൊപ്പം താൻ നിർദ്ദേശിക്കുന്ന ആളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചു. അങ്ങനെയാണ് സണ്ണി ജോസഫ് KPCC അധ്യക്ഷ പദവിയിലേക്ക് വരുന്നതെന്നാണ് സുധാകരൻ വെളിപ്പെടുത്തിയത്. ഇപ്പോൾ അതേ സണ്ണി ജോസഫ് നിറഞ്ഞു നിന്ന വേദിയിൽ നിന്ന് കണ്ണു നിറഞ്ഞ് ഇറങ്ങി പോരേണ്ട ഗതികേട് സുധാകരൻ വന്നെങ്കിൽ അതിൽ നേതാക്കൾ മറുപടി പറയേണ്ടി വരുമെന്നത് വാസ്തവമാണ്. എന്തായാലും കണ്ണൂർ MP സ്ഥാനം രാജിവെക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സുധാകര പക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്.